ഇന്ന് നമ്മൾ ചെയ്യുന്നത് നായകമണി എന്ന ഡിസൈനാണ്. നായകമണി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ ഈ കാണുന്ന ഇതുപോലെ റൗണ്ടിൽ കാണുന്ന ഓർണമെൻറ്റ്സിൻ്റെ ഒരു പാർട്ടാണ് നായകമണി. മറ്റു രീതിയിലും കാണാറുണ്ട്, ഈ ചിത്രത്തിൽ കാണുന്ന ഇതുപോലെയും കാണാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ റൗണ്ട് രീതിയിൽ കാണുന്ന നായകമണിയാണ് ചെയ്യുന്നത്. 10 സെൻറ്റിമീറ്ററിൻ്റെ താളം സ്കെയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 സെൻറ്റിമീറ്ററിനെ 12 ഡിവൈഡ് ചെയ്തു. ഇനി 5 അങ്കുലയിലാണ് ചെയ്യുന്നത് നായകമണി. സാധാരണ 4, 5, 6 ഇങ്ങനെ വ്യത്യസ്ത അളവിലൊക്കെ ഇത് കാണാറുണ്ട്, ചെറുതും വലുതെല്ലാം കാണാറുണ്ട്. അപ്പം ഞാനിന്ന് വരയ്ക്കുന്നത് 5 അങ്കുലയിലാണ്. 5 അങ്കുലം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ സ്കെയിൽ എടുക്കുമ്പോൾ 4 ഇതാണ് 5, 4.2. ഞാൻ എന്ത് ചെയ്തു, 4.2 5 അങ്കുലം ഒരു രേഖ വരച്ചു. അതിനെ പ്ലസ് ഇട്ടു, എന്നിട്ട് തന്നെ റൗണ്ടാക്കി. നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ കോമ്പസ് ആണ് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ റൗണ്ടാക്കി മാറ്റി. ഓക്കെ, ഇനി ഈ വരച്ച റൗണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു അങ്കുലം മാറ്റണം. 8 mm ആണ് എൻ്റെ ഒരു അങ്കുലം എന്ന് പറയുന്നത്. ഞാൻ 8 mm 2 സൈഡിലും മാർക്ക് ചെയ്തു. അതിനെ റൗണ്ടാക്കി മാറ്റണം. റൗണ്ടാക്കി മാറ്റി. ഇനി ഇതിൻ്റെ ഇടയിൽ ഇടരേഖ എന്നൊരു ഡിസൈൻ വരുന്നുണ്ട്. ഈ ഇടരേഖ എന്ന ഡിസൈനാണ് ഇനി നമുക്ക് സെൻട്രൽ ചെയ്യേണ്ടത്. ഈ ഇടരേഖ വരയ്ക്കുമ്പോൾ ചിത്രത്തിൽ എല്ലായിടത്തും ഇടരേഖയ്ക്ക് ഒരേ വീതിയാണ് വേണ്ടത്. 3/4 അങ്കുലയാണ് വേണ്ടത് കേട്ടോ. 3/4 അങ്കുലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അങ്കുലയുടെ പകുതി 3/4. ഏകദേശം നമുക്കൊരു 6 mm ഒക്കെ വരുന്നുണ്ട്. 3/4 അങ്കുലം. ഈ 3/4 അങ്കുലം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതിനെ വൃത്താക്കി മാറ്റി. ചിത്രത്തിൽ എല്ലാ ഇടരേഖ എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ ഒരേ വീതിയാണ് വരേണ്ടത്. ഇനി തന്ന അളവിനെ ഈ 2 വൃത്തത്തിനെ ഇനി 3 ആക്കി ഡിവൈഡ് ചെയ്യണം. ഇടരേഖ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒക്കെ പോലെ തോന്നും. ചുവപ്പിൽ 2 വശം ചുവപ്പ്, സെൻറ്ററിൽ വൈറ്റ് ഒഴിച്ചിടുക. അതാണ് ഇടരേഖ. യെസ്, 3 ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ സെൻറ്റർ പോർഷനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ ബോക്സ് ആക്കി മാറ്റുക. യെസ്, അപ്പോൾ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മണിമാല ഡിസൈനാണ് പുറത്ത് വരയ്ക്കേണ്ടത്. 4 കോർണറിലും 1/2 അങ്കുലം മാറ്റി വയ്ക്കുക. 1/2 അങ്കുലം എന്ന് പറയുമ്പോൾ 4 mm. അപ്പോൾ നിങ്ങളുടെ സ്കെയിലുകൾ വെച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സ്കെയിലുകൾ വെച്ചിട്ടാണ് 4 mm എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കെയിലുകൾ എത്രയാണോ അത്ര 1/2 അങ്കുലം മാറ്റി വെച്ചു. ഇവിടെ നമ്മൾ മണിമാല ഡിസൈൻ വരച്ച പോലെ ആ ഡിസൈനും ഒരു കെട്ട് വേണ്ട ഉള്ളിലേക്ക്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തു. ഇവിടെയും ചെയ്തു. യെസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 4 വശത്തും ചെയ്തു. ഉള്ളിലേക്കൊരു കെട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കെട്ട് എല്ലാതും ഒരേ ഭാഗത്തിലേക്ക് തന്നെ ആക്കാൻ നോക്കുക. ഇടതുവശത്താണെങ്കിലും എല്ലാതും ഇടതുവശത്തേക്ക് തന്നെ ആക്കാൻ നോക്കുക. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒന്നുകിൽ 4 ആക്കുക അല്ലെങ്കിൽ 3 ആക്കുക. ഒരേ വലുപ്പം പല വലുപ്പത്തിലും വരുന്ന ഞാൻ പറഞ്ഞു. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ആക്കിയാൽ മതി. എന്നിട്ട് ഏകദേശം ഒരു സെൻറ്റർ വരെ, ഈ 2 ഗ്യാപ്പിൻ്റെയും ഏകദേശം സെൻറ്റർ വരെ
നമുക്കിങ്ങനെ മണിമാല ഡിസൈൻ ചെയ്തെടുക്കാം. ഇതാ ഇവിടെ 4 യെസ്. അതുപോലെ നമുക്ക് ഈ ഒരു 4 ഭാഗം ഓക്കെ. ഇത് ഇപ്പം നമ്മുടെ നായകമണി ഡിസൈനായി. ഇനി ഇത് ബ്ലാക്ക് ലൈൻ ചെയ്താൽ മതി.